നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫോൺ പേ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ മൊബൈൽ റീചാർജ് ചെയ്യാൻ സാധിക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫോൺ പേയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അവിടെ പോയി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫോൺ പേയുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഫോൺ പേയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഫോൺ പേയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് ഹോം പേജിൽ എത്തി കഴിയുമ്പോഴത്തേന് നമുക്കിങ്ങനെ മൊബൈൽ റീചാർജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു മൊബൈൽ റീചാർജ് എന്ന ഫെസിലിറ്റി ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ മൊബൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ ആരുടെ വേണേലും മൊബൈൽ നിങ്ങൾക്ക് അനായാസമായിട്ട് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇങ്ങനൊരു സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരു ബാർ ലഭിക്കുന്നതായിരിക്കും. അപ്പം അവിടെ ആ സെർച്ച് ചെയ്യേണ്ട സ്ഥലത്ത് ഒന്നുകിൽ ആരുടെയാണോ മൊബൈൽ റീചാർജ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് താഴെ നിങ്ങളുടെ കോൺടാക്റ്റ് വരുന്നതായിരിക്കും. അതായത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും പേരും ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരുപാട് പ്ലാൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പ്ലാനാണോ വേണ്ടത്, അപ്പോൾ ഈ ഒരു നമുക്ക് അൺലിമിറ്റഡ് പ്ലാൻ ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, കോംബോ ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, ടോക്ക് ടൈം ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഏത് ഓഫറാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അപ്പം അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സിമ്മിൻ്റെ പേര്, അതുപോലെ തന്നെ ഏതാണ് സ്റ്റേറ്റ്, ഈ കാര്യങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ കോംബോ ഓഫറാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പ്ലാനാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് 99 രൂപയുടെ 200 MB ഡേറ്റ 28 ദിവസം വാലിഡിറ്റി ഉള്ള ഒരു പ്ലാനാണ് ഞാനിവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ ടോക്ക് ടൈം 99 രൂപ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാൻ ഇവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം അതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ നമുക്ക് കണ്ടിന്യൂ വിത്ത് ₹99 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാതിരിക്കുക, ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 2 GB ഡേറ്റയും കൂടെ കൂടിയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും നമുക്ക് കണ്ടിന്യൂ വിത്ത് 99 എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ ചെറുതായിട്ട് കാണാൻ സാധിക്കും, ലാസ്റ്റത്തെ അക്കങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് എത്ര എമൗണ്ട് ആണോ ഇവിടെ പേ ചെയ്യേണ്ടത് അതും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ റീചാർജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റീചാർജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളോട് നിങ്ങളുടെ 6 അക്കമുള്ള UPI പിൻ ചോദിക്കും. അപ്പോൾ UPI പിൻ നിങ്ങൾ സീക്രട്ട് ആയിട്ടുള്ള നിങ്ങളുടെ UPI പിൻ 6 അക്കമുള്ള UPI പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പം മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്കിങ്ങനെ പ്രോസസ്സിങ് നടക്കുന്നതും അതിനുശേഷം ഇവിടെ റീചാർജ് സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ റീചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും, യുവർ റീചാർജ് ഓഫ് ₹100 അത് കഴിഞ്ഞിട്ട് മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ അനായാസമായിട്ട് നമുക്ക് മൊബൈൽ റീചാർജ് ആർക്ക് വേണമെങ്കിലും ഫോൺ പേ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ എളുപ്പമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.